അപ്പോ ഇന്നലെയായിരുന്നു FC ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ മത്സരം. അതായത് സൂപ്പർ കോപ്പ ഡി എസ്പാനിയയുടെ ആദ്യ സെമി ഫൈനൽ മത്സരം. അതിൽ ഏകദേശം 5-0 എന്ന സ്കോറിനാണ് ബാഴ്സലോണ ജയിച്ചിട്ടുള്ളത്. ഒരു ഡോമിനന്റ് വിജയം. കളി ഫുള്ള് ബാഴ്സയുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു മാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോ ആദ്യം തന്നെ നോക്കേണ്ടത് FC ബാഴ്സലോണയുടെ ലൈനപ്പാണ്. രണ്ട് ടീമുകളും 4-2-3-1 ഈ ഒരു ഫോർമേഷനാണ് രണ്ട് ടീമുകളും കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ബാസക്ക് വേണ്ടിയിട്ട് ഗോൾ കീപ്പർ ഗാർഷ, അതുപോലെ തന്നെ ഡിഫൻസിൽ കുണ്ടെ, കുബാർസി, എറിക്ക്, അതുപോലെ തന്നെ ബാൽഡെ, പിന്നെ രണ്ട് മിഡ്ഫീൽഡർ ആയിട്ട് ഡിജോങ്ങും അതുപോലെ തന്നെ പെഡ്രി, പിന്നെ അറ്റാക്കിംഗ് ആയിട്ട് റാഫീന, ലെഫ്റ്റില് ഫെർമിന്, അതുപോലെ തന്നെ റൈറ്റില് ടോണി, ഇതില് സെൻട്രൽ ഫോർവേഡ് ആയിട്ട് ഫെറാൻ ടോർസ്. അതില് റാഫീനായിരുന്നു ലെഫ്റ്റ്, ഫെർമിന് അറ്റാക്കിംഗ് ആണ്. പിന്നെ ഏകദേശം ഇതൊരു ഫോർമേഷൻ വെച്ചിട്ട് തന്നെയാണ് ബിൽബാവും കളിക്കാൻ ഇറങ്ങിയത്. അവരുടെ നിക്കോ വില്യംസ് ഇല്ല, നിക്കോ വില്യംസ് കളിക്കാൻ ഇറങ്ങിയിട്ടില്ല ആള്. പിന്നെ അതുപോലെ തന്നെ നിക്കോ വില്യംസ് ഉണ്ടെന്ന്, അതുപോലെ തന്നെ ഉനൈസിമോണ് ഒക്കെ കളിക്കാൻ ഇറങ്ങിയത്. ഏതായാലും നമ്മള് ഒരു ഒരു മത്സരം, ഞാൻ ഇതിന്റെ ഒരു കളിന്റെ മുമ്പ് ഇതിന്റെ പ്രഡിക്ഷന് ഒരു 3-1 എന്നുള്ള സ്കോറിന് ബാഴ്സലോണ വിജയിച്ച് കയറുമെന്നായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായി കളി കഴിഞ്ഞ്. ഇനിയിപ്പോ സെക്കൻഡ് ഹാഫ് കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ, കളി ഫുള്ളായിട്ട് കാണണ്ടേ. അപ്പോ ഇതിൽ ഈ ഒരു കളി തുടങ്ങി, നമുക്ക് കളിച്ചിട്ട് ആദ്യം മുതൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോന്നാല്, കളി തുടങ്ങിയ സമയത്ത് തന്നെ ഒരു അത്ലറ്റിക് ക്ലബിന്റെ പ്രസിംഗ് ആണ്. അതായത് ബാഴ്സലോണ ടച്ച് ഇട്ടാല് ബാഴ്സലോണ ബാക്കിൽ ഇങ്ങനെ ചുറ്റി കളിക്കുമ്പോൾ കുണ്ടന്റെ വരുന്ന ഒരു പന്ത് മിസ്സാകുന്നു, പ്രസ് ചെയ്യുന്നു, അവര് കോർണർ നേടിയെടുക്കുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു കുറച്ച് സമയത്ത് അവര് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഏകദേശം 2-3 കോർണർ അവര് നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു സമയത്ത് റൈറ്റ് ബാക്കിൽ കുണ്ടേക്ക് അത്യാവശ്യം നല്ല പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം സത്യമാണ്. കാരണം കുണ്ടേനൊന്ന് പരീക്ഷിക്കാൻ നോക്കി, പക്ഷെ ആദ്യം കുറച്ച് ആള് സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നെ വൈദവെ കളി ഇങ്ങനെ പോകുന്നതനുസരിച്ച് ആള് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരുന്നു. നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തിരുന്നു. അതിന് ഫസ്റ്റ് ടൈമിന്റെ റിഗാർസിയുടെ സേവ് ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ബിൽബാവോക്ക് കിട്ടിയ കോർണർ അവര് ഹെഡ് ചെയ്തപ്പോ നല്ല രീതിയിൽ ഹെഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്, നമ്മുടെ റിഗാർഷ. അതുപോലെ തന്നെ ബാഴ്സലോണയുടെ ഒരു ഫസ്റ്റ് വലിയ ചാൻസ് വരുന്നത് റാഫീനയിൽ നിന്നാണ്. അതായത് ആ ഒരു റാഫീന ലെഫ്റ്റിലൂടെ അറ്റാക്ക് ചെയ്ത് പോകുന്നില്ല, റാഫീനെ തടയാൻ വേണ്ടിയിട്ട് ഉനൈസിമോൻ കയറിയായിരുന്നു. ബട്ട് ഉനൈസിമോന് എന്താണ് മറികടന്നുകൊണ്ട് റാഫീന ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടോണിക്ക് ഒരു ക്രോസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ടോണിക്ക് ആ പന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ള ആളെ തലന്റെ ഒരു ഹെഡ് രൂപത്തിലാണ് വന്നത്. പക്ഷെ പന്ത് നല്ല ഹൈറ്റ് കൂടി പോയി. അതാണ് ബാഴ്സലോണ ഈ കളിയിൽ നടത്തിയ ഫസ്റ്റ് അറ്റാക്ക്. പിന്നെയാണ് സത്യം പറഞ്ഞ ബാഴ്സലോണ ഈ കളിയിലേക്ക് വന്നത്. അതായത് ആദ്യം അവരുടെ ആ പ്രസ്സിങ്ങും ഒരു അങ്ങോട്ട് അറ്റാക്ക് ഇങ്ങോട്ട് അറ്റാക്ക് അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ ആ കളി പതുക്കെ ബാഴ്സലോണന്റെ കയ്യിൽ വന്ന് അതിൽ അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഓഫ്സൈഡ് ട്രാപ്പ് ഉപയോഗിക്കാനും ബാഴ്സലോണക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ റാഫിനയുടെ കാര്യം, റാഫിന ലെഫ്റ്റ് വിങ്ങിലാണ് പുള്ളിക്കാരൻ കളിച്ചിരുന്നത്. അത് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നെങ്കിൽ പുള്ളിക്കാരൻ ലെഫ്റ്റിലേക്ക് ഇറങ്ങുന്നിട്ട് നല്ല രീതിയിൽ സ്പേസ് ഉണ്ടാക്കി കളിക്കും, അല്ലെങ്കിൽ ഒരു സെന്റർ ഫോർവേഡ് ഒരു AMF ഇതിൽ വരുമ്പോ അവരെ ലെഫ്റ്റ് ബാക്ക് പലപ്പോഴും റാഫിനെ മാർക്ക് ചെയ്യാൻ വരുമ്പോ, അല്ല റൈറ്റ് ബാക്ക് റാഫിനെ മാർക്ക് ചെയ്യാൻ വരുമ്പോൾ അവരുടെ ബാളിലേക്ക് നല്ലൊരു ഓവർലാപ്പ് ചെയ്യാൻ നല്ലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ബാലും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്, നല്ല സപ്പോർട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ട് ആദ്യത്തെ കുറച്ച് സമയം ഉണ്ടായില്ല, ബട്ട് ഇനീഷ്യലി കളി പോകുമ്പോൾ കുണ്ടയുടെ ഭാഗത്തുനിന്നും അങ്ങനെ റൈറ്റ് ഫ്ലാങ്ക് നല്ല രീതിയിൽ സപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ഭാഗം ഒരു കൊണ്ടൊരു എന്താ പറയാ ഒരു റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ നമ്മുടെ ബാലിന്റെ ലെഫ്റ്റ് സൈഡിൽ കയറി പോകുമ്പോൾ ബാക്കിൽ കുബാർസി, എറിക്കും, അതുപോലെ തന്നെ കുണ്ട നിന്ന് കളിക്കുന്ന ഒരു ഡിഫൻസ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഡിഫൻസിൽ കുബാർസി ഉണ്ടാവും, എറിക്കും ഉണ്ടാവും, ബാലിന്റെ ലെഫ്റ്റിൽ കയറും, കുണ്ട റൈറ്റും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കളി രീതിയായിരുന്നു ബാഴ്സലോണന്റെ. ഏതായാലും അത്ലറ്റിക് ക്ലബിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവര് മുമ്പ് പറഞ്ഞ മാതിരി 4-2-3-1 എന്നുള്ള ഫോർമേഷനാണ് കളി തുടങ്ങിയത്. പക്ഷെ ഇനീഷ്യലി അവര് ഓഫ് ദ ബാർ ആകുമ്പോൾ പിച്ചിൽ ഒരു 4-4-2 എന്നുള്ള ഫോർമേഷൻ വരുന്നത്. അതായത് മിഡ്ഫീൽഡ് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് രണ്ട് ഇൻസൈഡ് കൂടിയും ഡിഫൻസിന് എന്താ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന രീതിയായിരുന്നു അവരെ ടാക്ടിക്സ് അതായിരുന്നു. പക്ഷെ അത് വർക്ക് ആയില്ല എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ ബാഴ്സലോണയുടെ പിന്നെ നല്ല ചാൻസ് വരുന്നത് പെഡ്രിക്കാണ്. അതായത് ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്ന് നമ്മുടെ റാഫീന ടോണിക്ക് ഒരു പാസ് കൊടുക്കുന്നു, ടോണി കട്ട് പാസ് വെക്കുന്നു പെഡ്രിക്ക്. പക്ഷെ പെഡ്രിയുടെ ഷോട്ട് കറക്റ്റ് കീപ്പറിന്റെ സ്ട്രൈറ്റ് ആയിരുന്നു. അത് ഉനൈസിമോണ് കയ്യിൽ തന്നെ ആള് ഒതുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെർമിനോ ചാൻസ് ഇട്ടുണ്ട്, അതും ഉനൈസിമോന്റെ സ്ട്രൈറ്റ് ആയിരുന്നു പന്ത് വന്നത്. പിന്നെ ഒരു ഫോള് വരുന്നുണ്ട്, അതായത് റാഫീന ഫോള് വെക്കുന്നുണ്ട്. പക്ഷെ ഒരു ശരിക്കും ആ ഒരു വലിയ ടച്ച് ഒന്നുമില്ല. പക്ഷെ റെഫറി ഫോള് കൊടുത്ത് ഏതായാലും ആ ഒരു ഫോളിൽ നിന്ന് വന്ന കളിയിലാണ് പിന്നെ ആ ഒരു ബാഴ്സലോണ ഫസ്റ്റ് ഗോൾ നേടുന്നത്. ഫെറാന്റെ ഗോൾ, അതായത് ഫെർമിന് അടിച്ച ആ ഷോട്ട് അത് പാസ്സാണോ ചോദിച്ചാൽ പാസ്സല്ല, ഷോട്ടാണോ ചോദിച്ചാൽ ഷോട്ടല്ല, അങ്ങനെ ഒരു ഐറ്റ് ആയിരുന്നു. ഏതായാലും ഫെർമിന് ആ ഒരു ഡിഫൻഡറെ നല്ല രീതിയിൽ എന്താ പറയാ
ഡിഫൻഡർ പുള്ളിക്കാരന്റെ റൈറ്റിക്ക് പോയി, പക്ഷെ ഫെർമിയെ ലെഫ്റ്റിക്ക് ടേൺ ചെയ്തിട്ട് ഒരു ഷോട്ട് എടുക്കുന്നത്, അത് കൃത്യം സെന്ററിലേക്കാണ് ഷോട്ട് പോയത്. പക്ഷെ ഉനൈസ് സിമോൺ അപ്പോഴേക്കും റൈറ്റിലേക്ക് ഡൈവ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ബാഴ്സലോണ ഫസ്റ്റ് ഗോൾ ബാഴ്സലോണ അടിക്കുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ ബാഴ്സലോണയുടെ കയ്യിൽ തന്നെയാണ് കളിയുള്ളത്. പിന്നെ പെട്രിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, എല്ലാ പ്ലേയേഴ്സും നല്ല രീതിയിൽ ബാൾ പ്രൊട്ടക്ട് ചെയ്ത് കളിക്കുന്നുണ്ട്. ഐ മീൻ ഒരു നല്ല ടീം പ്ലേ ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പിന്നെയാണ് ആ 30-ാം മിനിറ്റിൽ ഫെർമിന്റെ ഗോൾ വരുന്നത്, അതായത് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റാഫിന് അതുപോലെ തന്നെ പെഡ്രി ഒരു നല്ല ലിങ്കപ്പ്. അതിൽ നിന്ന് റാഫീനെ ഒരു പെഡ്രിക്ക് പാസ് കൊടുക്കുന്നു, ആ ഒരു ഡിഫൻഡർ കയറി വരുന്നു. അപ്പൊ നല്ല സ്പേസ് അവിടെ ഉണ്ടാകുന്നു. പെഡ്രി തിരിച്ചെടുക്കുന്നു, റാഫീനെ പോയിട്ട് റാഫീനെ ആ ലെഫ്റ്റ് സൈഡിൽ എത്തിയപ്പോൾ തന്നെ ഉനൈസ് സിമോൺ ഫുൾ ആയിട്ട് അവിടെ പുള്ളിക്കാർ റാഫിനയുടെ റാഫിന്റെ ലെഫ്റ്റിലാണല്ലോ. അപ്പൊ ഉനൈസ് സിമോന്റെ സ്വാഭാവികമായിട്ട് പുള്ളിക്കാരന്റെ റൈറ്റ് സൈഡേക്കാണ്. അതിന് നല്ല രീതിയിൽ അടുത്തായിരുന്നു. നേരെ ഒരു കട്ട് ബാക്ക് പാസ് അവിടെ ഫെർമിന്റെ ഒരു പവർഫുൾ ഷോട്ട് സാധനം നേരെ ഗോളായിക്കായിരുന്നു. അങ്ങനെ ഒരു 30 മിനിറ്റ് ആയപ്പോ 3-0 അല്ല സോറി 2-0. അപ്പൊ നമുക്ക് പ്രതീക്ഷ ഉണ്ട്, ഓക്കെ ചിലപ്പോൾ ബിൽബാവ് വരുമായിരിക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അവര് കംബാക്ക് വരുമായിരിക്കും എന്നുള്ളൊരു ഇത്. അതിലാണ് 30 മിനിറ്റ് പിന്നെ ഏകദേശം 33-ാം മിനിറ്റ് തന്നെ ബാഴ്സലോണ അടുത്ത ഗോൾ വരുന്നത്. അതായത് ഒരു സെന്റർ ബിൽബാവിന്റെ ഹാഫിൽ തന്നെ ഫെർമിന്റെ പാസ് ടോണിയിലേക്ക് വരുന്നുണ്ട്. ടോണി ഒന്ന് എന്താ പറയാ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അപ്പൊ തന്നെ റൈറ്റിലേക്ക് എടുക്കുന്നു. ഒരു നല്ലൊരു പവർഫുൾ ഷോട്ട്. അതെ ഉനൈസ് സിമോൺ അത് സേവ് ചെയ്തിട്ടും ആൾക്ക് നേരാവണ്ണം ആ പന്ത് ക്യാച്ച് ചെയ്യാൻ സാധിക്കണില്ല. അത് നേരെ പതുക്കെ പോസ്റ്റിലേക്ക് തന്നെ കയറി. 3-0 33 മിനിറ്റ് ആയപ്പോഴത്തേന് കളി 3-0. അതിന് ശേഷം പിന്നെ ബിൽബാവിന്റെ ഒരു ഹാൻഡ് ഉണ്ടായിരുന്നു, അത് റെഫറി കണ്ടില്ല. അതായത് റാഫിനെ പ്രസ് ചെയ്തിരുന്നു. അതില് ആള് പന്ത് ക്ലിയർ ചെയ്ത സമയത്ത് കറക്റ്റ് കഴിയുമ്പോൾ തട്ടി, പക്ഷെ റെഫറി അവിടെ കാര്യം വേണമെന്ന് പറഞ്ഞു. ഏതായാലും അത് കിട്ടുകയാണെങ്കിൽ ബാഴ്സലോണക്ക് അവിടെ ഫ്രീക്ക് കിട്ടിയിരുന്നു, പക്ഷെ റെഫറി കൊടുത്തിട്ടില്ല. പിന്നെയാണ് 37-ാം മിനിറ്റിൽ ആ ഒരു റാഫീനയുടെ ഒരു ഗോളിന്റെ മോനെ എജാരി സാധനം. അതായത് ടോണി റൈറ്റ് നടത്തിയ ഒരു സ്വിച്ച് ലെഫ്റ്റിക്ക്, അതില് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ റാഫീന നിൽക്കുമ്പോൾ, റാഫീന അല്ലെങ്കിൽ തന്നെ ലെഫ്റ്റ് ഫുട്ടാണല്ലോ ആള്, അത് ഗോളിന്റെ ഫസ്റ്റ് പോസ്റ്റ്, ആ ഫസ്റ്റ് പോസ്റ്റിലാണ് ഒരു റാഫീനയുടെ പവർഫുൾ, അതായത് കറക്റ്റ് ആ ടോപ്പ് കോർണർക്ക് നമ്മള് ഈ ഗോളൊക്കെ അടിച്ചില്ലേ നെയ്മർ സ്പെയിനായിട്ട് ഒരു ഗോൾ അടിക്കണ്ടല്ല കസേസിന്റെ പോസ്റ്റിക്ക്, ആ ഒരു ടോപ്പ് കോർണർ ഫസ്റ്റ് പോസ്റ്റ് അതേപോലെ ഒരു സാധനം കയറ്റി. അല്ലെങ്കിൽ തന്നെ റാഫീനിന്റെ ഷോട്ട് നല്ല പവർഫുൾ ആയിട്ടാണ് അത് ഇന്നത്തെ കളിയിൽ റാഫീനെ ഒന്നുപാടി തെളിയിച്ചു. അങ്ങനെ 37 മിനിറ്റ് ആയപ്പോ തന്നെ 4 ഗോൾ അടിച്ചു. അതായത് കളിയുടെ ഒരു 16 മിനിറ്റിൽ ബാസ 4 ഗോള് അടിച്ചു കയറ്റി. പിന്നെയാണ് ബിൽബാവിന്റെ അടുത്തുനിന്ന് ഒരു അറ്റാക്ക് വരുന്നത്. ഏകദേശം 42-ാം മിനിറ്റിലാണ് അവരുടെ ഒരു നല്ല അറ്റാക്ക്, പക്ഷെ അത് അവിടെ വുഡ് വർക്കിൽ തട്ടി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് കളിന്റെ 44-ാം മിനിറ്റ് ടോണിന്റെ ഒരു ടച്ച് ഉണ്ട്. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന പന്താണ്, നമ്മൾ നെയ്മറൊക്കെ എടുക്കില്ല ഒരു ടച്ച്, ആ ഒരു ടച്ച് ടോണിന്റെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല രീതിയിൽ പന്ത് കൺട്രോൾ ചെയ്യാൻ ടോണിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കണം. പിന്നെ സെക്കൻഡ് ഹാഫിൽ പറയാനുള്ളത്, ഞാൻ സെക്കൻഡ് ഹാഫിൽ വിചാരിച്ചിരുന്നു ഫസ്റ്റ് ഹാഫിൽ 4-0 തോറ്റിക്കണം. ഓക്കെ, സെക്കൻഡ് ഹാഫിൽ നിക്കോ വില്യംസ് വരും, എന്തായാലും ഒരു 3 ചേഞ്ചിങ്ങും ടീം വരുത്തും. കാരണം ഞാൻ 45 മിനിറ്റ് ആണ് അടിക്കേണ്ടത്, 4 ഗോളുകളാണ് ബിൽബാവോക്ക്. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ കാര്യമായിട്ട് ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. കളി ബാസിന്റെ കയ്യിൽ തന്നെ ആയിരുന്നു. അതിലാണ് 51-ാം മിനിറ്റിൽ ആ ഒരു റാഫിനിന്റെ ഒരു ഗോൾ തന്നെ. അതായത് ആദ്യം റാഫിനൊക്കെ തന്നെയാണ് അവിടെ ആ ചാൻസ് കിട്ടിയത്. പിന്നെ റാഫിനെ കളിച്ച ആ ഒരു പന്ത് മിസ്സാകുന്നു. വീണ്ടും ആ പന്ത് വന്ന് തട്ടിമുട്ടി റാഫിനിന്റെ കാലിക്ക് തന്നെ എത്തുന്നു. ടോണിന്റെ ഒരു അസിസ്റ്റില് റാഫിനിന്റെ അത് ഗോൾ കീപ്പറൊക്കെ അപ്പത്തിന് ആകെ ഔട്ട് ഓഫ് പൊസിഷൻ ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഷോട്ട് റാഫിന്റെ പവർഫുൾ ആയിട്ട് നേരെ പോസ്റ്റിലേക്ക് 5-0. ഓക്കെ, കളി കഴിഞ്ഞു, ഇറങ്ങാം സമയമായി. അപ്പൊ അത് 5-0. അപ്പൊ ആ സമയത്ത് യമാനൊന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. യമാന്റെ പകരം ടോണി ആ ഒരു സൈഡ് ടോണിക്ക് കിട്ടിയ അവസരം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം 54-ാം മിനിറ്റിലാണ് ബിൽബാവ് ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഏകദേശം 3 ചേഞ്ചസ് ആണ് അവർ ആ ഒരു സമയത്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ റാഫിന്റെ ഒരു പൊസിഷൻ ആ സമയത്ത് ആയപ്പോഴത്തേക്കും സ്വിച്ച് ചെയ്തിരുന്നാണ്. അതായത് കളി തുടങ്ങിയ സമയത്ത് ലെഫ്റ്റ് വിങ് ആണെങ്കിലും ഒരു സെക്കൻഡ് ഹാഫ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ ആള് ലെഫ്റ്റ് വിങ് പതുക്കെ പോകുന്നത് AMF റൈറ്റ് വിങ് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആ ഒരു സൈഡിലേക്ക് ഇരുന്ന്. പിന്നെ റാഫിന്റെ കളി പിന്നെ ബാഴ്സലോണ 63-ാം മിനിറ്റിലാണ് ബാഴ്സലോണ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ സത്യം പറഞ്ഞൊരു പെഡ്രി ഏകദേശം 70-ാം മിനിറ്റ് സമയത്തൊക്കെയാണ് പെഡ്രി കയറുന്നത്. അതുവരെ സമയത്ത് ഫുള്ള് പെഡ്രിയുടെ കൺട്രോളിലായിരുന്നു ആള്. അതായത് ഡിഫൻസും അറ്റാക്കും മിഡ്ഫീൽഡും അത് പെഡ്രിക്ക് ഇങ്ങനെ പാസ് കൊടുക്കും. പെഡ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ടിട്ട് നമ്മള് നാടൻ ഭാഷയിൽ പറയുമെങ്കിൽ ചടപ്പിക്കാന്ന് പറയും. അതായത് നമുക്ക് കുറച്ചേരം പന്ത് കിട്ടാതിരുന്ന പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഡോൺ ആവും. അങ്ങനെ ഒരു വിൽബാഹോനെ ഡോൺ ആക്കാനുള്ള ടാറ്റിക്സ് ആയിരുന്നു. നിങ്ങൾപ്പോ അങ്ങനെ പാസിലോ, അതായത് പിന്നെ റാഷ്ഫോർഡ് വന്നു, ഓൾമോ വന്നു, യമാല് വന്നു. അത് യമാലൊക്കെ കുറച്ച് ചാൻസ് ഒക്കെ ഫറാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ടൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ എനർജറ്റി കളിക്കേണ്ട ആവശ്യമില്ല. കാരണം 5-0 ലീഡാണ്. പിന്നെ ബാഴ്സലോണയ്ക്ക് നോക്കാനുള്ള കാര്യം ഇഞ്ചുറി പറ്റാതെ ഇനി ഫൈനലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താനുള്ള കാര്യമാണ്. അങ്ങനെയാണ് പിന്നെ ഒരു 76-ാം മിനിറ്റിലാണ് കളിയുടെ ഏറ്റവും ഒരു നല്ല ചാൻസ് കിട്ടുന്നത് ആർക്ക് ബിൽബാവോക്ക്. ഒരു ഓപ്പൺ ചാൻസ് 1 vs 1 ആയിരുന്നു. ബട്ട് ആ ഒരു ഷോട്ട് നേരെ പുറത്തേക്ക് പോയി.
അപ്പോ പിന്നെ അതിനുശേഷം 76 മിനിറ്റ് ശേഷം ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആ കളിയുടെ ഇതടക്കം കൊടുത്തിട്ടില്ല, ഇത് എക്സ്ട്രാ ടൈം അടക്കം ഒന്നും കൊടുത്തിട്ടില്ല. 90 മിനിറ്റ് ആയപ്പോ നേരെ കളി നിർത്തി. ഓക്കെ, കാരണം എക്സ്ട്രാ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം ഒക്കെ കൊടുക്കണ്ടുള്ളൂ. അപ്പൊ ഇതാണ് കളിയെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ടോണിയുടെ കാര്യം എടുക്കാം. ടോണിക്ക് 1 ഗോളും 2 അസിസ്റ്റ് ആണ്. അതുപോലെ തന്നെ റാഫിനിക്ക് 2 ഗോളും 1 അസിസ്റ്റും. അതുപോലെ തന്നെ ഫെർമിന് 1 ഗോളും 2 അസിസ്റ്റും. പിന്നെ ഫെറാൻ ടോറസ് 1 ഗോള്. പിന്നെ നമുക്ക് മിഡ്ഫീൽഡിൽ പെഡ്രിയുടെ അനദർ മാസ്റ്റർ ക്ലാസ് എന്ന് പറയും. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് കുണ്ട്, അതുപോലെ ലെഫ്റ്റ് ബാക്ക് ബാൽഡെ. പിന്നെ മൊത്തത്തിൽ ടീമിന്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോ ഇനിയിപ്പോ ഏതായാലും സെമി ഫൈനല് കഴിഞ്ഞ് ഇനി ബാസ ഫൈനലിൽ എത്തിയേക്കാണ്. ഇന്നത്തെ കളിയിൽ മാഡ്രിഡ് ഡെർബി അരങ്ങേറും, റിയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അപ്പോ ഇതില് റിയൽ മാഡ്രിഡ് ജയിച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ബാഴ്സലോണയ്ക്ക് റിവെഞ്ച് തീർക്കാനുള്ള നല്ലൊരു ഐറ്റാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം റയലും അത്ലറ്റിക്കോ ഈ സീസണിൽ കളിച്ച സമയത്ത് ഏകദേശം 5-2 എന്നൊരു സ്കോറിനാണ് അത്ലറ്റിക്കോ റയലിനെ ബീറ്റ് ചെയ്തത്. അത് അത്ലറ്റിക്കോന്റെ ഹോമിലായിരുന്നു ആ മത്സരം. അപ്പൊ അത്ലറ്റിക്കോ ചാൻസ് ഉണ്ട്. ഏതായാലും ബാഴ്സലോണയ്ക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു നല്ലൊരു എന്താ പറയാ ആധിപത്യത്തോട് കൂടിയുള്ള വിജയമാണ് FC ബാഴ്സലോണയ്ക്ക് ഏതായാലും ഈ കളിയിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ എല്ലാവരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് ഈ ഒരു കളിയെ പറ്റിയുള്ള എന്റെ ഒരു അനാലിസിസും നിഗമനങ്ങളൊക്കെ. അപ്പോ ഏതായാലും ഫൈനലിൽ വരുമ്പോൾ യമാല് ഫുൾ സ്ട്രെങ്തിലായിരിക്കും. ആകെ 20 മിനിറ്റുള്ളൂ പുള്ളിക്കാരി ഈ കളി കളിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ റാഷ്ഫോർഡും നല്ല രീതിയിൽ തന്നെ ആള് ഓക്കെ ആണ്. ഏകദേശം 30 മിനിറ്റ് റാഷ്ഫോർഡ് കളിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അത്യാവശ്യം ഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോ ഇനി വരാനുള്ളത് ഫൈനലാണ്. അപ്പോ ഫൈനലിൽ ബാഴ്സലോണ കപ്പടിച്ചാൽ 2026 ആദ്യ കിരീടമായിട്ട് ബാഴ്സലോണയ്ക്ക് ഈ സൂപ്പർ കോപ്പ ഡി എസ്പാനെ തൂക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.